തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജയിലിൽ കൊണ്ടുപോയി പണയം വെക്കുക. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. അതാണല്ലോ ആ ജയരാജൻ 6 ദിവസം അയാളെ ജയിലിൽ കിടത്തിയതാരാ? ഈ തലതിരിഞ്ഞ അണികളാണ്. ഈ അണികളാണ്ട് പ്രോത്സാഹിപ്പിച്ചു. ഇയാൾ പറഞ്ഞു, ചില്ലുമേടയിൽ ഇരുന്ന് അങ്ങനെ സുഖിക്കണ്ട, ഇറങ്ങി വാടാ ശുംഭാന്ന് പറഞ്ഞു. അങ്ങനെ അണികളാണ്ട് മൂപ്പിച്ച് ഇഞ്ഞും പറഞ്ഞുകൂടി തന്നെ. അടുത്ത പൊതുയോഗത്തിൽ ഇയാൾക്കെതിരെ വിശദീകരണം ചോദിക്കാറ്, ഞാൻ ഉറച്ചു നിൽക്കുന്നു ഇഞ്ഞും പറയും തന്നെ. രണ്ടോട്ടം കൂടിയാണ് പറഞ്ഞു. കോടതി മെല്ലെ വിളിച്ചുകൊണ്ടേറ്റ് പറഞ്ഞ്, ഇന്ത്യങ്ങൾ പറഞ്ഞെന്ന് ചോദിച്ചു. ബേജാറ് കൂടി. അങ്ങനെ മൂപ്പര് ഉള്ള സംസ്കൃത പണ്ഡിതന്മാരും മലയാള പണ്ഡിതന്മാരൊക്കെ കൂടുന്നുള്ള തഫ്സീറൊക്കെ മറിച്ച് വെച്ചിട്ട് ശുംഭന്റെ അർത്ഥം തിരഞ്ഞപ്പോ കാണുന്നത് പ്രകാശമുള്ളവൻ. നിങ്ങൾ നോക്കാണി, പോടാ ശുംഭ, ഇറങ്ങി വാടാ ചില്ലുമേടയിൽ, ഇതൊക്കെ പറഞ്ഞിട്ട് ശുംഭ എന്നുള്ളതിന് പിന്നെ പ്രകാശമുള്ളവെന്ന് അർത്ഥം ഉണ്ടാവുമോ? പണ്ട് അമ്മായി അമ്മയെ മൂത്തച്ചി വിളിച്ചു, കാട്ടുകള്ളത്തി എന്നിട്ട് ചൂടുവെള്ളം ഒഴിച്ച്. അമ്മായി അമ്മയെ ഇളച്ചി, അനുജന്റെ ഭാര്യ ഇത് കേട്ടിക്കുന്നുണ്ട്. ആകെ പ്രശ്നമായി വീട്ടില്, മക്കൾ തമ്മിൽ പ്രശ്നമായി, മരുമക്കളെ ഈ പ്രശ്നം രൂക്ഷായി. മഹല്ല് കമ്മിറ്റി മസ്ലഹത്തിന് വെച്ചു. മഹല്ല് കമ്മിറ്റി ഇങ്ങനെ മസ്ലഹത്തിന് വന്നപ്പോ എന്താണ് വിളിച്ചത് എന്നുള്ള പരാതി. ഉമ്മാന്റെ മുഖത്തേക്ക്, അമ്മായി അമ്മയുടെ മുഖത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ച് പോരാത്തതിന് കാട്ടു കള്ളത്തിന്ന് വിളിച്ചു. ഇളച്ചിയാണെങ്കിൽ പേടിച്ചിട്ട് പറയണില്ല. മൂത്തച്ചിയുടെ മുഖത്തേക്കൊന്ന് നോക്കും. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്, അത് പറ്റൂല ജി പറയണം എന്ന് തന്നെ ആൾക്കാർ. ഓള് പറഞ്ഞു എന്ന് പറഞ്ഞ 2 അക്ഷരം ഉണ്ടായിരുന്നത് ഫുള്ള് അറിയില്ലായിരുന്നു. അപ്പൊ മൂത്തച്ചിയുടെ വാപ്പ പറയാണ്, ഈ വിളിച്ചോളെ വാപ്പ, എന്നാ കരളിന്റെ കഷ്ണം നെയ്ക്കാരെന്ന്. അപ്പൊ അത് കേട്ടപ്പോ മഹല്ല് കമ്മിറ്റി ചോദിച്ചു, കരളിന്റെ കഷ്ണം തന്നെ ചൂടുവെള്ളമല്ലല്ലോ, തണുത്ത വെള്ളം വേറെ ഇവിടെ ഉണ്ടായിരുന്നില്ലായിരുന്നു എന്ന മാതിരി നിങ്ങൾ തെറിയാ വിളിച്ചത്. ഇയാൾ എന്നിട്ട് കോടതിയിൽ പാവം തപ്പിത്തടഞ്ഞി. കോടതി നേരെ പറഞ്ഞ് കെടുക്കാന്. അത് എവിടെ കെടുന്നത്? പിള്ളനോട് പഠിച്ചോ പറഞ്ഞ്, നിങ്ങൾ നീറ്റ് കുടി കോയിക്കോളി, മൂപ്പര് ഇവിടെ കെടുക്കാൻ വന്നിക്കണത്. ബാലകൃഷ്ണ പിള്ള കെടുന്ന കട്ടുമ്പല് 6699 നല്ല ലക്കി നമ്പർ. പിള്ള തേച്ച കോൾഗേറ്റ് ഏറ്റ് ആരീസം പല്ലേപ്പിച്ചില്ല. ഞങ്ങള് മക്കളെ, ഞങ്ങളെ കായ് മുതലായില്ലേ? ഞങ്ങളെ നേതാക്കന്മാരൊക്കെ ജയിലിലടക്കാൻ വേണ്ടി എത്ര കാലായി നിങ്ങളൊക്കെ നടക്കണറിയോ? 6 ദിവസം കെടുന്നില്ലേ ആ സാധു? എന്നിട്ടെന്താ പിണറായി വിജയൻ പറഞ്ഞു, കോടതിക്ക് ഞങ്ങൾ മാർച്ച് നടത്തുകയാണ്. അണികൾ രോഷാകുലരായി വരുന്ന സുപ്രീം കോടതി ചോദിച്ചു, സ്വാഗതം ഉണ്ടാ, അധ്യക്ഷ ഉണ്ടാ, ഉദ്ഘാടകൻ ഉണ്ടോ ഒക്കെ ചോദിച്ചപ്പോ